നമ്മുടെ നാട്ടിലൊരു ആടെന്ന് പറയുമ്പോൾ ഉള്ള ഇതെല്ലാം ഫീലിംഗ് എല്ലാം മധുരയിൽ പോകുമ്പോൾ അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവരൊരു ഫാമിലി മെമ്പർ പോലെ നിർത്തി അത് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ തലയോട്ടി എടുത്ത് പൂജാ റൂമിൽ വെച്ച് പൂജ ചെയ്ത് പിന്നെ അടുത്ത കെടാസിന്റെ ആടിന്റെ സണ്ടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പൂജ ചെയ്ത് സംസാരിച്ച് അതിന്റെ അടുത്ത് എന്നിട്ടൊക്കെ അത്രയും ഇമോഷണലി ബ്ലെൻഡാണ്. അപ്പോൾ ഒരു ആടിനെ കൊണ്ടുവന്ന ഒരു സണ്ട ചെയ്യുക എന്നും പറഞ്ഞാൽ മാത്രമല്ല അവിടെ കാര്യം, അതിന്റെ ഇമോഷൻസ് ക്യാരി ആവണം. അപ്പോൾ നമ്മളൊരു കൾച്ചറിനുള്ള ഒരു സ്പോട്ട് ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം ഡെപ്ത് നമ്മൾ എടുത്താൽ മാത്രമാണ് അത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ആടിനെ തുടക്കം മുതലേ ആ ഇമോഷനിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് നന്നായി കിട്ടിയിട്ടുണ്ട്. അത്രയും വർഷത്തെ ആ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇതിന്റെയൊക്കെ സൗണ്ട് കേട്ടാൽ തന്നെ ആടിനറിയാം, ദൂരെ നിന്ന് കേട്ടാൽ തന്നെ ആട് സൗണ്ട് ഉണ്ടാക്കും. ഇതിന്റെ സൗണ്ട് കേട്ടാ പിന്നെ വരുമ്പോ ആടിന്റെ അടുത്ത് പെട്ടെന്ന് പോയില്ലെങ്കിൽ ആട് കാലുകൊണ്ട് തട്ടി വിളിക്കും. അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോകണം ആടിന്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് നിന്ന് ട്രെയിനേഴ്സിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആട് അവിടെ സൗണ്ട് ഉണ്ടാക്കി തട്ടി വിളിക്കും കാല് കൊണ്ട് അടുത്ത് പോകാൻ. അത്രത്തോളം അത് ഇമോഷണലി ബ്ലെൻഡ് ആണ്. പറഞ്ഞാൽ അവിടുത്തെ ഈ ആടിന്റെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആട് എന്ന് പറയുന്ന ഒരു ടൂള് മാത്രമാണ്. അവിടുത്തെ രണ്ടുപേരിന്റെ ഈഗോ ക്ലാഷും ഇമോഷൻസും ആ ഒരു ഇതിലാണ് ഈ കെടാസണ്ട വരുന്നത് തന്നെ. അതിനുശേഷമാണ് അത് വയലൻസിക്ക് പോകുന്നത്. പക്ഷെ ഈ എനിക്ക് എത്ര ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ദേഷ്യം ഉണ്ടോ ഞാൻ ആ ദേഷ്യം കാണിക്കുന്നത് അവന്റെ ആടിനെ അടിച്ചു തീർക്കാന്നാണ്. അപ്പൊ എന്റെ ആടിന്റെ അടുത്ത് ഞാൻ അത്രയും മോട്ടിവേറ്റ് ചെയ്യും, അവനെ അടിക്കണം, അവൻ അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ എന്റെ ടൂളാണ്, എന്റെ ഒരു മെയിൻ റൈറ്റ് ഹാൻഡ് ആണ് ഈ ആട്. അപ്പൊ ആ ഇമോഷൻസ് ഒക്കെ എങ്ങനെ എടുക്കാം ലൈവായിട്ട്, അതിനാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത്.